ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു യാസി ലോഞ്ച്. കോക്കനട്ട് ബർഫി. കോക്കനട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ് കോക്കനട്ട് ബർഫി. എൻ്റെയും ഒരു ഫേവറേറ്റ് ഐറ്റമാണ് കോക്കനട്ട് ബർഫി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കോക്കനട്ട് ബർഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കോക്കനട്ട് ബർഫിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നോക്കിക്കോളൂ. അതിന് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, പിന്നെ ഒരു 1/2 കപ്പ് നോർമൽ കോക്കനട്ട് ചിരവിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചതാണ്, പിന്നെ ഒരു 1/2 കപ്പ് ഷുഗർ. ഇനി പാനിൽ കുറച്ച് നെയ്യിട്ടിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിട്ടിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് നമ്മളുടെ 1/2 കപ്പ് സാദാ കോക്കനട്ടും കൂടെ ഇട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഈ ഗീ എല്ലാം ഇതിൽ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ കോക്കനട്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും തേങ്ങ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഇത് പാല് മാത്രമല്ല, ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡിക്ക് 3 ടേബിൾ സ്പൂൺ പാലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് എന്തിനാണ്, മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പാണ് കിട്ടുക. ഇനി ഹാർഡായിട്ടുള്ള ടൈപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ മിൽക്ക് ആഡ് ചെയ്യേണ്ട, അതിന് പകരം നിങ്ങൾ ഷുഗർ മാത്രം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്താലും മതി. ഓക്കെ, എന്നിട്ട് ഷുഗറും കൂടെ കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് സൈഡിൽ നിന്ന് ഗീ എല്ലാം വിട്ട് വരുന്ന ഇതാവുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം നമുക്ക്, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇതിപ്പോൾ സൈഡിൽ നിന്നെല്ലാം വിട്ട് വരുന്ന പരുവായുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ട്രേ ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ക്ലിങ് ഫിലിം വെച്ചിട്ട് കവർ ചെയ്തേക്കാണ്. അതിൻ്റെ എല്ലാ സൈഡ്സും ഒന്ന് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡ്സും നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇതിനൊന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, നോർമൽ ടെമ്പറേച്ചറിൽ തണുപ്പിക്കാൻ വെച്ചാൽ മതി. ഇത് ഞാനിവിടെ പിസ്തയും അതുപോലെ തന്നെ കാഷ്യൂം പൗഡർ ആക്കി വെച്ചതാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെറിയ ഒരു മാർക്കിങ്സ് കത്തി കൊണ്ടോ മറ്റോ ഒരു ചെറിയ മാർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. നമുക്കത് സെറ്റായി കഴിയുമ്പോൾ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ നമുക്ക് ഫുൾ 2 സൈഡിൽ നിന്നും ക്രോസ് ചെയ്ത് മാർക്ക് വെച്ച ശേഷം നമുക്കിതിനെ തണുപ്പിക്കാൻ വെക്കാം. നോർമൽ ടെമ്പറേച്ചറിൽ ഒരു 3-4 മണിക്കൂർ വെച്ച് കഴിഞ്ഞ ശേഷം ഇതിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ കോക്കനട്ട് ബർഫി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കഴിച്ച് നോക്കണം, ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണം. ഓക്കെ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ്